ഹായ് കീം 2021 ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ ആണ് നമ്മൾ ചെയ്യുന്നത്. ഈ വീഡിയോയിൽ 67 മുതൽ 72 വരെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യും. 67th ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കി. വെൻ എ ഐഡിയൽ ഡയറ്റോമിക് ഗ്യാസ് ഈസ് ഹീറ്റഡ് അറ്റ് എ കോൺസ്റ്റന്റ് പ്രഷർ, ഫ്രാക്ഷൻ ഓഫ് ഹീറ്റ് എനർജി സപ്ലൈഡ് ദാറ്റ് ഇൻക്രീസസ് ദ ഇന്റേണൽ എനർജി ഓഫ് ദ ഗ്യാസ്. കോൺസ്റ്റന്റ് പ്രഷറിലാണ് ഹീറ്റ് എനർജി സപ്ലൈ ചെയ്തത് എന്ന് പറയുന്നുണ്ട് ഇവിടെ, അല്ലേ? അപ്പൊ ഇൻക്രീസ് ഇൻ ഇന്റേണൽ എനർജിയുടെ ഇക്വേഷൻ എന്താണ് കുട്ടികളെ? ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു എൻ സി വി ഡെൽറ്റ ടി ആണെന്ന് നമുക്കറിയാം. വാട്ട് എവർ മേ ദ പ്രോസസ് ബി, ഇൻക്രീസ് ഇൻ ഇന്റേണൽ എനർജി ഈസ് ഈക്വൽ ടു എൻ സി വി ഡെൽറ്റ ടി. ഇനി ഹീറ്റ് സപ്ലൈഡിന്റെ ഇക്വേഷൻ എങ്ങനെ എഴുതാം? ഹീറ്റ് ഈസ് സപ്ലൈഡ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. അപ്പൊ എൻ സി പി ഡെൽറ്റ ടി എന്ന് എഴുതണം. ഹീറ്റ് സപ്ലൈഡ് ടു ദ ഗ്യാസ് ഡെൽറ്റ ടി. നമുക്ക് വേണ്ടത് എന്താണെന്ന് അറിയാമോ? ഈ ഫ്രാക്ഷൻ ഓഫ് ദ ഹീറ്റ് എനർജി സപ്ലൈഡ് ദാറ്റ് ഇൻക്രീസസ് ദ ഇന്റേണൽ എനർജി എന്ന് പറഞ്ഞാൽ ഡെൽറ്റ യു ബൈ ഡെൽറ്റ ക്യൂ ആണ് വേണ്ടത്. ഡെൽറ്റ യു ഡിവൈഡഡ് ബൈ ഡെൽറ്റ ക്യൂ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ, സി വി ബൈ സി പി. എന്താണ് ഈ സി വി ബൈ സി പി? ദാറ്റ് ഈസ് 1 ഡിവൈഡഡ് ബൈ ഗാമയല്ലേ? സി പി ബൈ സി വി ആണ് ഗാമ. അപ്പൊ സി വി ബൈ സി പി എന്ന് പറഞ്ഞാൽ 1 ഡിവൈഡ് ബൈ ഗാമ. ഗാമ ഡയാറ്റോമിക് ഗ്യാസിന്റെ ഗാമ എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയാം. ഗാമ ഈസ് ഈക്വൽ ടു 7/5 ആണ്. അപ്പൊ 1 ഡിവൈഡഡ് ബൈ 7/5 എന്ന് പറയുന്നത് എങ്ങനെ കിട്ടും നോക്കിയേ? ഡെൽറ്റ യു ഡിവൈഡ് ബൈ ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു 5 മുകളിലോട്ട് പോവും. 5 ഡിവൈഡ് ബൈ 7. ദാറ്റ്സ് എ റൈറ്റ് ആൻസർ. ഹിയർ ഇറ്റ് ഈസ് 5/7. ഇറ്റ് ഈസ് ഡയാറ്റോമിക്, therefore it is 5/7. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. നോക്കൂ. ദ റേഷ്യോ ഓഫ് കൈനറ്റിക് എനർജി വാല്യൂ ഓഫ് 4 gram ഓഫ് ഹൈഡ്രജൻ ടു 7 gram ഓഫ് നൈട്രജൻ അറ്റ് റൂം ടെമ്പറേച്ചർ ഈസ്. കൈനറ്റിക് എനർജി, ആവറേജ് കൈനറ്റിക് എനർജി പെർ മോളിന്റെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം. ആവറേജ് കൈനറ്റിക് എനർജി പെർ മോൾ ഈസ് ഈക്വൽ ടു, അറിയാലോ, 3/2 RT ആണ്. RT, ദിസ് ഈസ് ആവറേജ് കൈനറ്റിക് എനർജി പെർ മോൾ. കൈനറ്റിക് എനർജി പെർ വാട്ട്? പെർ മോൾ ആണിത്, മോൾ. ഇനി n മോൾസ് ഉണ്ടായാലത്തെ കൈനറ്റിക് എനർജി എത്രയാ? കൈ ഈസ് ഈക്വൽ ടു n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 3/2 nRT. ദിസ് ഈസ് for n moles. n moles. ഇനി നമുക്ക് ഇവിടെ വേണ്ടത് എന്താ? കൈനറ്റിക് എനർജി ഓഫ് ഹൈഡ്രജൻ ഡിവൈഡഡ് ബൈ കൈനറ്റിക് എനർജി ഓഫ് നൈട്രജൻ ആണ് വേണ്ടത്. രണ്ടും ഒരേ ടെമ്പറേച്ചറിലാണെന്നാണ് പറഞ്ഞത്. അപ്പൊ 6, 3/2 എല്ലാം വെട്ടിപ്പോകും. അപ്പൊ ദാറ്റ് മസ്റ്റ് ബി ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഇൻ കേസ് ഓഫ് ഹൈഡ്രജൻ ഡിവൈഡ് ബൈ നമ്പർ ഓഫ് മോൾസ് ഇൻ കേസ് ഓഫ് നൈട്രജൻ. അപ്പൊ നമ്മൾ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കണം. എങ്ങനെയാണ് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുക? നിങ്ങൾക്ക് അറിയാവുന്നതാണ്. നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കണമെങ്കിൽ ടോട്ടൽ മാസിനെ മോളാർ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി, അല്ലേ? അപ്പൊ n ഈസ് ഈക്വൽ ടു, ഹൈഡ്രജന്റെ കേസിൽ n ഓഫ് H2 എങ്ങനെ കണ്ടുപിടിക്കാം? ടോട്ടൽ മാസ് 4 gram ആണ്, മോളാർ മാസ് 2 gram ആണ്. അങ്ങനെ 2 മോൾ എന്ന് ഹൈഡ്രജന്റെ കേസിൽ കിട്ടി. നൈട്രജന്റെ കേസിൽ ഞാൻ കണ്ടുപിടിക്കാൻ പോവുകയാണ്. നൈട്രജന്റെ കേസിൽ 7 gram ആണ് നമ്മുടെ കയ്യിലുള്ളത്. മോളാർ മാസ് ഓഫ് നൈട്രജൻ 28 ആണ്. അങ്ങനെ ഇത് 1/4 എന്ന് കിട്ടി, 1/4. അപ്പൊ ഞാനത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുകയാണ് ഇവിടെ. ഇവിടെ നമ്പർ ഓഫ് ഹൈഡ്രജൻ എത്ര കിട്ടി? 2. നമ്പർ ഓഫ് നൈട്രജൻ എത്ര കിട്ടി? 1/4. അപ്പൊ നമുക്ക് കിട്ടാൻ പോകുന്ന ആൻസർ 8:1 എന്നാണ്, അല്ലേ? 8:1 എന്ന് പറയുന്ന ഒരു ആൻസർ ഇതിൽ കാണുന്നില്ല. എല്ലാ ഓപ്ഷനും തെറ്റാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. എ പ്ലാനറ്റ് വിത്ത് റേഡിയസ് r ആൻഡ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി g വിൽ ഹാവ് അറ്റ്മോസ്ഫിയർ ഓൺലി ഇഫ് ദ RMS സ്പീഡ് ഓഫ് ദ എയർ മോളിക്യൂൾ ഈസ് ലെസ് ദാൻ. എപ്പോഴാണ് ഒരു പ്ലാനറ്റിന് അറ്റ്മോസ്ഫിയർ ഉണ്ടാകുക എന്ന് ചോദിച്ചാൽ, അവിടുത്തെ ഉള്ള ഗ്യാസിന്റെ RMS സ്പീഡ് എസ്കേപ്പ് വെലോസിറ്റിയെ കഴിഞ്ഞും കുറവായിരിക്കണം. ദിസ് ഇസ് ദ കണ്ടീഷൻ. എസ്കേപ്പ് വെലോസിറ്റിയെ കഴിഞ്ഞും കൂടുതലാണ്, അത് എസ്കേപ്പ് ചെയ്തു പോകും. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ പ്ലാനറ്റിന് എന്തുണ്ടാവില്ല? അറ്റ്മോസ്ഫിയർ ഉണ്ടാവില്ല. എന്ന് പറഞ്ഞാൽ VRMS മസ്റ്റ് ബി ലെസ് ദാൻ എസ്കേപ്പ് സ്പീഡ്. എസ്കേപ്പ് സ്പീഡിന്റെ ഇക്വേഷൻ എന്താണ്? നിങ്ങൾക്ക് അറിയാവുന്നതാണ്. 2gm/r ആണ്, അല്ലേ? r is the radius. ഇനി ഓർക്കുക, സ്മോൾ ലെറ്റർ g, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിക്ക് gm/r² നമ്മൾ എഴുതാറുണ്ട്. ഇപ്പൊ gmന് പകരം നമുക്ക് gr² കൊടുക്കുകയാണെങ്കിൽ VRMS മസ്റ്റ് ബി ലെസ് ദാൻ √2gr എന്ന് കിട്ടി. ശരിയല്ലേ? √2gr. ഇനി √2ന്റെ വാല്യൂ നിങ്ങൾക്ക് അറിയാമല്ലോ. therefore VRMS must be less than √2ന്റെ വാല്യൂ 1.414. 1.414. പിന്നെ ബാക്കിയുള്ളത് എന്താ? √gr. നിങ്ങളുടെ ആൻസർ ഉണ്ടോ എന്ന് നോക്കി. RMS must be 1.414 √gr. Here is the answer.
അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാൻ നോക്കൂ. If the ratio of acceleration due to gravity on the surface of Earth to that on the surface of Moon is 6:1, then the ratio of time period of simple pendulum on the surface is. Time period of simple pendulum equation ആലോചിച്ച് നോക്കൂ. Time period of simple pendulum is equal to 2 pi root length of the pendulum divided by acceleration due to gravity. But time period on the surface of Earth, time period on Earth divided by time period on Moon എന്ന് പറയുന്നത് എന്തായിരിക്കും? റൂട്ട് ഗ്രാവിറ്റി ഓൺ ദ സർഫസ് ഓഫ് മൂൺ ഡിവൈഡഡ് ബൈ ഗ്രാവിറ്റി ഓൺ ദ സർഫസ് ഓഫ് എർത്ത്. ഈ നമുക്ക് തന്നിട്ടുള്ള റേഷ്യോ എന്താണ്? ദിസ് റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓൺ ദ സർഫസ് ഓഫ് എർത്ത് ഈസ് ടു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓൺ ദ സർഫസ് ഓഫ് മൂൺ. എന്താ നമുക്ക് കിട്ടിയിട്ടുള്ളത്? 6:1 എന്ന്. നമുക്ക് വേണ്ടത് ഇതിന്റെ ഇൻവേഴ്സ് റേഷ്യോ ആണ് അല്ലേ? ദാറ്റ് ഈസ് അണ്ടർ റൂട്ട് വാട്ട് 1 ഡിവൈഡഡ് ബൈ 6 which is equal to 1 divided by root 6 എന്ന ആൻസർ കിട്ടും. അങ്ങനെ ഒരു ആൻസർ ഉണ്ടോ എന്ന് നോക്കി. ഹിയർ ഈസ് ദ ആൻസർ. ഡി ഈസ് യുവർ റൈറ്റ് ആൻസർ. 72nd ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ദ വെലോസിറ്റി ഓഫ് ട്രാൻസ്വേഴ്സ് വേവ് പ്രൊപ്പഗേറ്റിംഗ് ഓൺ എ സ്ട്രെച്ച്ഡ് സ്ട്രിംഗ് റെപ്രസെന്റഡ് ബൈ ദ ഇക്വേഷൻ. ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട് ട്രാൻസ്വേഴ്സ് വേവിന്റെ. നമുക്ക് വെലോസിറ്റി ആണ് വേണ്ടത് അല്ലേ? വെലോസിറ്റി ഓഫ് ട്രാൻസ്വേഴ്സ് വേവ് സാധാരണ നമ്മൾ എഴുതുന്നത് എങ്ങനെയാണ്? ഒമേഗ ബൈ കെ എന്ന് എഴുതും. ഈ ഒമേഗ എന്ന് പറഞ്ഞാൽ എന്താ? കോയിഫിഷ്യന്റ് ഓഫ് ടി, ടൈമിന്റെ കോയിഫിഷ്യന്റ് ആണ് ഒമേഗ, ഡിവൈഡഡ് ബൈ കോയിഫിഷ്യന്റ് ഓഫ് വാട്ട്? എക്സ്, എക്സിന്റെ കോയിഫിഷ്യന്റ്. അപ്പൊ അത് നോക്കി എഴുതിയാൽ മതി. ടൈമിന്റെ കോയിഫിഷ്യന്റ് ഇവിടെ എന്താണെന്ന് നോക്കി, π/2 ആണ് അല്ലേ? π/2 ടൈമിന്റെ കോയിഫിഷ്യന്റ് ഡിവൈഡ് ബൈ എക്സിന്റെ കോയിഫിഷ്യന്റ് π/3. പൈ വെട്ടിപ്പോയി 3 മുകളിലോട്ട് പോകുമ്പോൾ 1.5 എന്ന ആൻസർ കിട്ടും. 1.5 മീറ്റർ പെർ സെക്കൻഡ് ഈസ് ദ റൈറ്റ് ആൻസർ. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുകയാണ്. നോക്കൂ. ദ കൈനറ്റിക് എനർജി ഓഫ് എ പാർട്ടിക്കിൾ ഓഫ് മാസ് m executing linear simple harmonic motion with angular speed omega and amplitude a is 1/4 ma² omega square at a distance of dash from the position. അതിന്റെ പൊസിഷൻ അറിയണം, എക്സ് അറിയണം അല്ലേ? അതിന് വെലോസിറ്റിയുടെ ഇക്വേഷൻ ആസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് നിങ്ങൾക്ക് അറിയാമോ? ഒന്നാലോചിച്ച് നോക്കി. വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഒമേഗ റൂട്ട് a² മൈനസ് x², വേർ a ഈസ് വാട്ട്? ആംപ്ലിറ്റ്യൂഡ്. സ്മോൾ ലെറ്റർ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ ആംപ്ലിറ്റ്യൂഡ് ആണ്. ഇപ്പൊ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് എന്തായിരിക്കും? കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ½ mv² ആണ്. അപ്പൊ ½ mv² omega² a² മൈനസ് x² ആണ് കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ അല്ലേ? ഇവിടെ കൈനറ്റിക് എനർജി 1/4 ma² omega² എന്ന് വന്നിട്ടുണ്ട്. ദിസ് ഈസ് ഗിവൺ ആസ് 1/4 ma² omega² ഈസ് ഈക്വൽ ടു ½ omega² വാട്ട്? a² മൈനസ് x² അല്ലേ? m omega² വെട്ടിക്കളയാം. ഇവിടെ 1/2 എന്ന് പറഞ്ഞാൽ a²/2 എന്ന് കിട്ടി. ദാറ്റ് ഈസ് ഈക്വൽ ടു a² മൈനസ് x² എന്ന് കിട്ടി. ഇതിൽ നിന്ന് നമുക്ക് എക്സ് ഈസ് ഈക്വൽ ടു a ഡിവൈഡഡ് ബൈ √2 എന്ന് ആൻസർ കിട്ടിയില്ലേ? a ഡിവൈഡ് ബൈ √2. ഈസ് ഇറ്റ് ദെയർ? യാ, ഹിയർ ഇറ്റ് ഈസ് a by √2. That is all about this. Thank you for watching.